ഏതാണ്ട് 3000-ഓളം പേരാണ് ഇതേ തുടർന്ന് ഭവനരഹിതരായത്. കൊടും തണുപ്പിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിന്നീട് കഴിഞ്ഞു കൂട്ടിയത് സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ. ഇടച്ചു നിരത്തുന്നവരെ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്ന് കുടിയിറക്കപ്പെട്ടവർ പറയുന്നു. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് രേഖകൾ എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ എടുക്കാൻ അനുവാദം ലഭിക്കാതെയായിരുന്നു ഇവരുടെ വാസസ്ഥലങ്ങൾക്ക് മേൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ കയറ്റിയത്. 30 വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണിവർ. ഇവർക്കെല്ലാം ഇവിടെ വോട്ടവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ TM ചന്ദ്രൻ അടക്കം DCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഈ വിമതരായി ജയിച്ച 2 പേരെ കൂടി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിമതരായി ജയിച്ച 2 പേരെ ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസ് തിരിച്ചെടുത്തതായി കാണിച്ചുകൊണ്ട് സർക്കുലറും പുറത്തിറക്കി. പക്ഷേ ഇന്ന് നേരം പുലർന്നപ്പോഴേക്കും അതിൽ ഒരാൾ LDFനെ പിന്തുണക്കുന്നു, മറ്റേയാൾ UDFന്റെ ഈ പാനലിലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നു. അതിനിടയിലാണ് രാവിലെ DCC നേതൃത്വത്തിന് ഒരു കത്ത് കൈപ്പടയിൽ എഴുതി ഈ 8 പേർ ഒപ്പിട്ട് നൽകുന്ന തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, ഈ പാർട്ടി നടപടികൾ ശരിയല്ലാത്തതിന്റെ പേരിൽ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതി നൽകുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് വിപ്പടക്കം കൈപ്പറ്റാതെ അല്ലെങ്കിൽ വിപ്പടക്കം ഇവർക്ക് ഈ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ നൽകിയിരുന്നില്ല. ഇവിടെ എത്തുന്നു, അവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അവർക്ക് കൃത്യമായി BJPയുടെ പിന്തുണ ലഭിക്കുന്നു. അങ്ങനെ എന്തായാലും ഈ അധികാരത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കൈപ്പത്തിക്ക് വോട്ട് ചെയ്തപോലെ കാരായി വട്ടത്തില് മൂഞ്ചി. BJPയുമായി അന്തർധാര ഇവര് സഖാക്കന്മാർക്ക് കൊള്ളാം. CJP ഈ പാർട്ടിക്ക് ഇപ്പൊ ഞാൻ എന്താ പേരിടാ? അതെയോ? പിന്തുണയോടുകൂടിയാണ് ഈ ഔഷധ സഖ്യം പരത്തൂർ പഞ്ചായത്തിൽ നിലവിലുള്ളത്. ഇത് പ്രതിഷേധാർഹമാണ്.